കാക്കയെണ്ണം പണിയെന്നോടേ. മൈ ഗോഡ്, കാക്ക തൂറാതൊരു വ്ളോഗ് ഇല്ല. അതങ്ങനെയാണത്. അതുണ്ടെങ്കിലേ ആ ഒരു വ്ളോഗിന് ഐശ്വര്യമുള്ളൂ. താങ്ക് യു അണ്ണ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. എന്തായാലും തന്നതിന് നല്ല നന്ദിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തൂറി വെച്ചാലേ വണ്ടി നല്ല ക്ലീൻ ആവുള്ളൂ. ഇത്രയും വലിയ ഹൈവേ ആയിട്ട് ഇത്രയും ബ്ലോഗ്. എന്തായാലും ആരും വീട്ടിൽ പോകണ്ട, ഇവിടെ നിൽക്കാം. വിളിക്കുക ദീപാവലിക്ക് ഇവിടെ തന്നെ. ഇത്രയും ദൂരം പിക്കപ്പ് അതിന് പൈസ കേട്ടോ. ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കണം. നോക്ക്, ഇപ്പം ഞാൻ എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട്? ടാപ്പ് എന്ന് പറഞ്ഞാൽ മുട്ടൻ ടാപ്പായപ്പോൾ കേട്ടോ അത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു KLTN വ്ളോഗ്. എത്ര ദിവസമായില്ല എല്ലാവരും കണ്ടിട്ട്? എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കമൻസ്, നിങ്ങളെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ ദിവസങ്ങളായി. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ക്യാമറയാണ്. GoPro 9 കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർവീസിന് പോയിട്ട് വരും വരെ നമുക്ക് വേറൊരു GoPro 9 നമ്മളെ ഉണ്ട്. ഇപ്പം അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രവീൺ ചാട്ടൻ്റെ, നമ്മളെ അണ്ണൻ്റെ, എന്താ പറയുക, നമ്മളെ രംഗണ്ണൻ്റെ GoPro 9 ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ മാത്രമല്ല കംപ്ലൈൻ്റ് ആയത്, അതിൻ്റെ കൂടെ വേറെ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബൈക്കിന് ബൈസൺ വന്നിട്ട് ചെറിയൊരു പ്രശ്നമായിട്ടുണ്ട്. ഒരു ഓർഡർ കൊണ്ട് കഴക്കൂട്ടത്ത് പോയ സമയത്താണ് കംപ്ലൈൻ്റ് ആയത്. അവിടെ വെച്ച് വണ്ടി വഴിയില്ല. രാത്രി വണ്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പോയാണ് വണ്ടി പോയി എടുത്ത് അവിടെ വെച്ച് വർക്ക്ഷോപ്പ് ശരിയാക്കി. അവിടെ വർക്ക്ഷോപ്പിലാണ് 800 രൂപ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ 100-200 ചോദിക്കുന്നത്. ഇതിന്റെ പണി ആയിട്ട് 800 രൂപ പറഞ്ഞു. ഞാൻ 100 രൂപ കുറച്ച് 700 വാങ്ങിച്ചു. നമ്മളെ പൂജപ്പുര ഭാഗത്തേക്കാണ് 400 ആവുള്ളൂ ഈ പണിയൊക്കെ. അങ്ങനെ ചെയിൻ പോക്കറ്റ് മാറ്റി നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അടുത്ത കംപ്ലൈൻറ്റ്. എന്താണെന്ന് കംപ്ലൈൻറ്റ്? അത് ആ ഷാഫ്റ്റ് ഉണ്ടല്ലോ, എഞ്ചിൻ ഷാഫ്റ്റ് എന്ന് പറയില്ലേ, അതായത് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ അവിടെ വരുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. അതൊക്കെ അറിയാം, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ പിടി കംപ്ലീറ്റ് പോയി. അപ്പോൾ അത് പുതിയ ഇടണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ പൊളിക്കണം. അതിന് മൊത്തം 8,000 ആവുമെന്ന് പറഞ്ഞു. 8,000-7,000 സംതിങ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ വർക്ക്ഷോപ്പിൽ എണ്ണം പറഞ്ഞ് അത് മാറ്റേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ താൽക്കാലികമായിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് വെക്കാം ചെയിൻ സ്പ്രോക്കറ്റ് ഷാഫ്റ്റുമായിട്ട്. അങ്ങനെ ഓടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അടുത്ത കംപ്ലൈൻറ്റ്, ബ്രേക്ക് പാഡ്. അത് ചെറിയ കംപ്ലൈൻറ്റ് തന്നെ, പക്ഷെ അതൊക്കെ എല്ലാം മാറ്റിയില്ലേ പറ്റൂ. അങ്ങനെ ബ്രേക്ക് പാഡ് മാറ്റി അങ്ങനെ എല്ലാം സെറ്റാക്കി ഒരുമാതിരി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ക്യാമറ ഓക്കെയാണ്, വണ്ടിയും ഓക്കെയാണ്. ഇനി പഴയപോലെ വ്ളോഗ് ചെയ്യണം, അത്ര തന്നെ അല്ലേ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡൗൺ ആവുന്നത് നല്ല കാര്യമാണ്. ഡൗൺ ആയാൽ മാത്രമേ നമുക്കൊരു വെറി ഉണ്ടാവുള്ളൂ, ജയിക്കണം എന്ന വെറി കൂടുതലുണ്ടാവുള്ളൂ പഴയതിനേക്കാളും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു ആഗ്രഹമുണ്ട് ദിവസം വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. നോക്കാം, മാക്സിമം ദിവസം അല്ലെങ്കിൽ ഒരു 1.5 അവിടെ വ്ളോഗ് ചെയ്ത് പോകാം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഒരുപാട് വിലപ്പെട്ടതാണ്. മാക്സിമം ചിലവാക്കാതെ നല്ലപോലെ കറക്റ്റ് യൂസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ സൊമാറ്റോ വ്ളോഗ് നമ്പർ 100 സംതിങ് എത്രയാണ് അറിഞ്ഞൂടെ, മറന്നു കാര്യങ്ങളൊക്കെ. മണി ഇപ്പോൾ കറക്റ്റ് 11 മണിയായി. ഇന്ന് ദീപാവലി കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ദീപാവലി നൽവാഴ്ത്തുക്കൾ KLTN രണ്ടുപേർക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബ് അൽഗോരിതം അനുസരിച്ച് എൻ്റെ നോട്ടിഫിക്കേഷൻ ആർക്കും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ പഴയപോലെ റീച്ച് ആവുള്ളൂ. ഇതാണ് കൂടുതൽ ഡയലോഗ് പറയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈവാരിക്കും. ഓക്കെ, എല്ലാം പറയണ്ടല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. കമോൺ, കട്ടക്ക് നിൽക്കണം. LAPG. ദീപാവലി പറ. ഓക്കെ, മണി നീ പറ. ഹാപ്പി ദീപാവലി. അപ്പൊ അവിടെ എല്ലാരും കണ്ട് കുറെ ദിവസമായില്ലേ, ഒന്ന് കാണിച്ചേക്കാം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, ടാറ്റ ബൈ ബൈ സീവ് എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. പൈസ പറഞ്ഞാ ചുമ്മാ പറഞ്ഞ് പോയിട്ടാണ് എല്ലാം അടുത്തില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. റെയിൻകോട്ട് മാത്രം ഇതിലാക്കി. ഓക്കെ, പോയിട്ട് ബൈ സീവ് പറയാം. അപ്പോൾ സൊമാറ്റോയുടെ ബാഗ് ഒഴിച്ച് ബാക്കി എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം. ഓക്കെ, സൊമാറ്റോയുടെ ബാഗ് നിറച്ചങ്ങ് അറ്റമായി. അതൊരു ലുക്കില്ലേ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ ബാഗ് ആകുമ്പോൾ കൊള്ളാം, നല്ല കോളേജ് ബോയ് പോലെ ഇരിക്കണം അല്ലേ, കോളേജ് മാൻ. അപ്പോൾ ദീപാവലി ഓർഡർ കംപ്ലീറ്റ് മിക്കവാറും പലഹാരങ്ങളാക്കി. ലഡു, ജിലേബി, മൈസൂർ പൂ അതുപോലത്തെ ഓർഡർ ഐറ്റം കൂടുതൽ കിട്ടും. വെട്ടി വിഴുങ്ങന്ന്. ഓക്കെ, ഫാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സൂപ്പർ. അജ്വ റെസ്റ്റോറൻറ്റ് എവിടെ മറ്റേ. അപ്പോൾ ഇവിടെ നിന്ന് അജ്വ റെസ്റ്റോറൻറ്റ് കറക്റ്റ് 2.5 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. തക്കേടാണ് പോകേണ്ടത്. മണി ഇപ്പോൾ കറക്റ്റ് 12 മണി നേരത്തെ പറഞ്ഞ പോലെ. ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫോമിൽ നിൽക്കുകയാണ്. കാരണം ഇത്ര ദിവസം വ്ളോഗ് ചെയ്യാത്തതുകൊണ്ടേ ഇന്ന് കട്ട ഫോമിലാണ്. അതായത് ഒരു 2 ആഴ്ച ആഹാരം കഴിക്കാത്ത ആൾക്ക് ഒരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കും, ആ ഒരു ഫീലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമ്മൾ സിംഗം പടത്തിൽ സൂര്യ പറയും പോലെ, ഇന്നൊക്കെ ഞാൻ കൊല്ല പസിലിരിക്കാൻ എവൻ കടച്ചാലും ശരി അടിച്ച് പോയിട്ടേ ഇരിപ്പെന്ന് പറയും പോലെ. റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല. അജുവ അല്ലേ, ചില സമയത്ത് അജുവ റെഡി ആയാലും. 3992 2 ചിക്കൻ ബിരിയാണി 2. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ചിക്കൻ ബിരിയാണി പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കിംസ് ഹോസ്പിറ്റൽ. ഇവിടെ നിന്ന് കറക്റ്റ് 6.7 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ റൈറ്റിലേ പോകേണ്ടത്. റൈറ്റ് തന്നെ കറക്റ്റ്. ഓക്കെ,
അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയില്ല വെയിലും ഇല്ല, ചൂട് മാത്രമുണ്ട്. അപ്പോൾ എന്താ ഇൻസെൻറ്റീവ് ഓഫർ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 5 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 5 ഓർഡർ എടുത്ത് 200 ഇൻസെൻറ്റീവ് ആണ്. പിന്നെ 7 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ 250 സംതിങ് എന്താ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 200 മതിയല്ലേ ഇപ്പോഴത്തേക്ക്. 5 ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ 3 മണി വരെ. അതായത് ചെറിയ ഓർഡർ ആണെങ്കിൽ 7 എടുക്കാൻ പറ്റും, വലിയ ഓർഡർ ആണെങ്കിൽ 5 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു 550 600 കെട്ടിയാൽ ലാഭം. നോക്കാം, ദീപാവലി അല്ലേ കിട്ടും. അല്ലെങ്കിൽ കസ്റ്റമർ കുറേ ടിപ്പ് കിട്ടും അല്ലേ. ശരിയാണ്, ദീപാവലി ആയതുകൊണ്ട് ഇന്നാ പിടിച്ച 50 രൂപ, ഇന്നാ പിടിച്ച 30 രൂപ, അങ്ങനെ കിട്ടിയ കൊള്ളായിരുന്നു. കൈപൂയം വന്നില്ലേ വാദ്യാരേ വരു ജിനക്ക് ജിനക്ക് അമ്മാടിയേ. ആ പടം ഇറങ്ങിയ ശേഷം ആ പാട്ടുകൾ മാത്രമാണ് മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. വാവാ സുന്ദരിയേ വിട്ടല്ലക്കടിയേ. നമ്മളങ്ങനെ കിംസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, എപ്പോഴും പോലെ എല്ലാവരും. മഴ സമയമല്ലേ, ഈ പനിയും ജലദോഷം കൂടി കാണും. പിന്നെ ദീപാവലി ആയതുകൊണ്ട് പടക്കള സൂക്ഷിച്ചിരുന്ന പിള്ളേരെ അതും കൂടെ ഒന്ന് പറഞ്ഞോളാം. ഇപ്പൊ കളി തീയാണ്, തീ കളിച്ചാൽ കൈ പൊള്ളും, കാല് പൊള്ളും, എല്ലാം പൊള്ളും. എന്താ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ പടക്കിട്ട് കഴിഞ്ഞാൽ വേറെ വിഷയമില്ലാതെ ആഘോഷിക്കാം സൂപ്പറായിട്ടല്ലേ. ഇവിടെയാണോ? ആ ഓക്കെ ശരി. ഓക്കെ ഓർഡർ പോന്നാ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അമ്പാലോടെ തന്നെ. എന്ത് വലിയ ബിൽഡിംഗ് നോക്ക്, സൈസ് കണ്ടോ. അവിടെ നിന്ന് അറ്റം വരാ ഒരു 300 മീറ്റർ ദൂരം കാണൂലേ? കാണും. ഇത് കറക്റ്റായിട്ട് ചുറ്റി വരുമ്പോൾ 1 കിലോമീറ്റർ ദൂരം കാണും. ടൈറ്റാനിക് കപ്പൽ പോലെയാണ്. ഫുഡ് ഡെലിവറി പോലത്തെ സർവീസിന് ആൾക്കാർക്ക് പാർക്കിംഗ് ഇവിടെയാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം പാർക്കിങ്ങിന്. അതിന് പൈസ അടയ്ക്കണം തോന്നുന്നു പാർക്കിങ്. നമുക്ക് ഫ്രീ ആണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ്, ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇറ്റ് ഈസ് ഗുഡ് പാർക്കിംഗ്. ഓക്കെ, അകത്തോട്ട് ക്യാമറ അലോ അല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഓഫ് ചെയ്തിട്ട് പോകാം. ഓക്കെ പോകുന്ന നമ്മളതിന് രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ലുലു മാൾ കയറി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ പോകാൻ വിഷയം. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം കുളത്തൂരാണ്. ഇവിടെ കറക്റ്റ് 5.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം തന്തൂരി റൊട്ടി, പിന്നെ കടായി പനീർ സംതിങ് എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് LAPG ഗ്യാങ് 2 പേരെ കണ്ടായിരുന്നു. പേര് ചോദിക്കാൻ വിട്ടുപോയി. അയ്യോ സെൽഫി എടുത്ത്, കുഴപ്പമില്ല. ശരി ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ബ്രോ, ഇപ്പോൾ ഫോട്ടോ എടുത്ത ബ്രോസ് നിങ്ങളൊന്ന് പേര് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു കമൻറ്റ് ബോക്സിൽ. ഓക്കെ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ആടാ ബാക്കിൽ നിന്ന് വിളിക്കണത്? ആരോ ബാക്കിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും നമ്മളെ ആരായിരിക്കും? ഒന്ന് വണ്ടി ഒതുക്കി നോക്കട്ടെ. ആരോ വിളിച്ച പോലെ തോന്നിയല്ലോ. ഓക്കെ പോകാം. ആരോ വിളിച്ച പോലെ തോന്നി. സുധീഷാണ്. ശരി, അപ്പോൾ ഇന്നത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടാണ്. ഇനി മുഖ്യ അങ്ങോട്ടുള്ള ഓർഡർ ഫുൾ ഈ ഏരിയയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സൂപ്പറാണല്ലേ. ഒരു പുതിയ ഏരിയ കാണിച്ച ഒരു ഫീൽ കിട്ടും എനിക്ക്. ഇങ്ങോട്ടൊക്കെ കുറച്ച് ലോങ് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് സൂപ്പറായിരിക്കും. കാണുന്ന നിങ്ങൾക്കും ഒരു നല്ല എൻഗേജിങ് ആയിരിക്കും അല്ലേ. എന്തായാലും നല്ല മഴക്കോളുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ക്യാമറയാണ് വിഷയം. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എൻ്റെ കയ്യിലുണ്ട്. വേണ്ട ഇതൊക്കെ എൻ്റെ ഉണ്ട്. ഇത് വെച്ച് ഒട്ടിച്ച് പിടിച്ചാൽ മതി. ഇവിടെ തന്നെ ഓഷ്യനസ് സൺഷൈൻ. ഏറ്റവും കൂടുതൽ ഫ്ലാറ്റിലായിരിക്കും കഴക്കൂട്ടാണ് അല്ലേ. ഇഷ്ടംപോലെ ഫ്ലാറ്റ്സ് ഉണ്ട്. വണ്ടി ഇവിടെ വയ്ക്കണോ അകത്ത് കൊണ്ടുപോകണോ വല്ലതും പറയും. അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൊമാറ്റോ ഫുഡ് കൊണ്ടുപോകണോ വച്ചിട്ട് പോകണോ? 1 മിനിറ്റ്. ഇതാ 204. ഓക്കെ, അപ്പോൾ ഹാപ്പി ദീപാവലി. ശരി എന്നാൽ പോട്ടാ. ഓക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 60 രൂപ 65 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകും അടുത്തത്? അപ്പോൾ നമുക്ക് നേരെ വന്ന വഴി തിരിച്ച് പോകാം. നേരെ പോയി കുളത്തൂർ ജംഗ്ഷൻ, അവിടെ നിന്ന് അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗായ്സ്, കോട്ടൊക്കെ നിൽക്കണം അല്ലേ, അത്രേ ഉള്ളൂ. ഇത് സുഖം, വെയിലേ ഇല്ല. ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലേ. എന്നാലും പറയാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ക്ലൈമറ്റും പനി വരുമെന്ന് പറഞ്ഞ് കേട്ടോ. അതായത് മഴയില്ല വെയിലില്ലായിരുന്നു കഴിഞ്ഞാൽ പനി പെട്ടെന്ന് വരും എന്നൊക്കെയാണ് ആരോ പറഞ്ഞ് കേട്ടായിരുന്നു. ചെറിയ പാലം കണ്ട ഇതുവഴിയൊക്കെ ഒരു ലോറി കാർത്തേ പോകുള്ളൂ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. വലിയ ഓർഡർ കേട്ടോ. വലിയ ഓർഡറല്ല, ടിപ്പ് 50 രൂപ. അതാണ് 53 രൂപയുടെ ഓർഡർ ആണെങ്കിൽ 50 ടിപ്പ്. മൊത്തം 103 59 പൈസ കാണിക്കുന്നത്. കമോൺ കൊയ്ക്ക്. കനവിൽ വാഴ്ക്ക വാഴാതട എൻ്റെ എന്തൊരു ബമ്പാണത്. ബമ്പല്ല, ജമ്പാണ്. ആലിഫ് കുഴിമന്തി ഹൗസ്. വണ്ടി ലുക്ക് അല്ലേ, വേറെ രക്ഷയില്ല, സൂപ്പറായിരുന്നു. പക്ഷേ KLTൻ്റെ സ്റ്റിക്കർ മാഞ്ഞു കേട്ടോ. നമുക്ക് എന്തായാലും ഒരു പുതിയ ഡിസൈനിൽ സൂപ്പർ അടിച്ചേം കേട്ടോ. പിന്നെ ആവട്ടെ. അതിന് ഇവിടെ നിന്ന് ഓർഡർ എടുക്കേണ്ടത് ഫ്രണ്ടാ. ഇത് ബാക്ക് അല്ലേ, പുഷ്. പിന്നെ പോന്നാ, നല്ല വെയിറ്റുള്ള ഓർഡറാണ്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ചിക്കൻ മന്തി ഹാഫ്, നോർമൽ അൽഫാം. ഹായ്, മൈ ചാനൽ നെയിം KLT വ്ളോഗ്, യൂട്യൂബ് മലയാളം. ഓക്കെ, മൈ ചാനൽ മലയാളം ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ദീപാവലി. ഓക്കെ അതെങ്കിലും അറിയാമല്ലോ അല്ലേ. ഇതുപോലത്തെ വിഷസ് പറയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാൻ പാട്. ഭാഷ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ബാക്കി ആംഗ്യ ഭാഷ എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് ആംഗ്യം കാണിച്ച് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ബാഗ് പൊട്ടിപ്പോവില്ലല്ലോ. ഇല്ല പൊട്ടാനൊന്നുമില്ല. ഒരു പുതിയ സൊമാറ്റോ ബാഗ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 500-600 പറയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട് തരട്ടല്ലേ അവർ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കന്യാകുമാരിയാണ്. ഇവിടെ കറക്റ്റ് 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്ത് തന്നെ. ഇങ്ങനെ അടുത്തടുത്തെന്ന് പറഞ്ഞാൽ ലോങ് പോകും. നമ്മൾ ലാസ്റ്റ് നമ്മൾ കൊല്ലത്ത് പോയി നിൽക്കും. തിരിച്ച് ഇനി അവിടെ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ 10-50 കിലോമീറ്റർ വരും. ഇതൊക്കെ ഇതിനകത്തുള്ളത് തന്നെ അല്ലേ. ഒന്നും കാര്യം വെക്കാതെ നമുക്ക് എന്തായാലും ഓർഡർ ആണെങ്കിൽ ആവശ്യം, ദൂരം നോക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് ദീപാവലി ആഘോഷിക്കാനായിട്ട് ചേട്ടൻ ഫാമിലി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ചേർന്ന് കുറച്ച് പടക്കങ്ങളും കമ്പിത്തിരിയൊക്കെ ഇട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട്. എനിക്ക് പടക്കം ഇടുന്ന ഡ്രസ്സൊക്കെ പോയി. പണ്ട് ഭയങ്കര ആഗ്രഹമാണ്. പണ്ടൊക്കെ നമ്മൾ ചാണകത്തിനകത്ത് പടക്കം വയ്ക്കും, ചിരട്ടയ്ക്കകത്ത് പടക്കം വയ്ക്കും, മണ്ണിൻ്റെ അകത്ത് പടക്കം വയ്ക്കും. പിന്നെ ഇല്ലാത്ത പടക്കം ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ പേടിപ്പിക്കും.
പേടിക്കണ്ട, ഓലപ്പടക്ക. അങ്ങനെയൊക്കെ കുറെ പ്രാങ്കെല്ലാം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റേ ഇല്ല. പടക്കം എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ഒരു വെറുപ്പീരാണ്. എന്തിനല്ലേ പൈസ കത്തിച്ച് കളയണത്. ഭയങ്കര വില. 4 തറച്ചക്ര വാങ്ങിച്ചപ്പോൾ 100 രൂപയായി. 4 ഇപ്പൊ എന്തായാലും വൈകിട്ടുള്ള പടക്കം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം ആഗ്രഹമുണ്ട്. സമയം ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചിട്ട് ഈ വ്ളോഗ് ചെയ്യാം. ഓക്കെ, അടിപൊളിയല്ലേ, റോഡ് സൂപ്പറായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഏരിയ ഒക്കെ. ഇവിടെയൊക്കെ വല്ലപ്പോഴും ഓർഡർ അടിക്കോളും. ഓക്കെ, ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട്? ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. സൂപ്പർ ലൊക്കേഷൻ കണ്ടാ, നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു ഗ്രീനി വൈബുള്ള. മതി കൂടുതൽ പറഞ്ഞ് കത്തി വെക്കണ്ട. വണ്ടി വിളിച്ചോ. ശരി, ഓക്കെ, ഓർഡർ ഡെലിവറിഡ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് അടുത്ത മാസം ആകുമ്പോൾ കോടീശ്വരനാവും. അയ്യോ, വണ്ടി പറഞ്ഞ നോക്കി, സോറി കണ്ടില്ല. ഫോൺ നോക്കിയ സമയത്ത് വണ്ടി നോക്കിയില്ല, എതിരെ പറഞ്ഞ. ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, വെള്ളം അടിക്കാൻ പാടില്ല. അഗൈൻ നമ്മൾ കിഴക്കോട്ടത്ത് വന്നിട്ടുണ്ട്. അടുത്ത് ഓർഡർ അടിച്ചിരിക്കുകയാണ്. ചെറിയ ഓർഡർ. ഇതൊന്നും എടുക്കില്ല, നമ്മൾ ക്യാൻസൽ ചെയ്യും. എവിടെ അത്? അടുത്തിനാ ആംബ്രോഷ. ശരി, അടുത്തേ പറ്റൂ. വാ വാ വസന്തമേ സുഗന്ധമോ സുഗന്ധമേ തെരുവെങ്കും തിരുവിഴ. ഇതൊക്കെ പഴയ പാട്ടുകളാണ്, രജനീകാന്തിൻ്റെ പാട്ട്. ഇതൊക്കെ ദീപാവലി പാടുന്ന പാട്ടുകളാണ്. ഇപ്പോഴും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാട്ട് കേൾക്കും. ഇതാണ് മാർക്കറ്റ് റോഡ് കിഴക്കൂട്ടത്ത്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് എത്തും. ആംബ്രൂഷ ക്ലാസിക് ബാക്ക് ഹൗസ്. റീച്ച് ലൊക്കേഷൻ റെഡിയായി. വാ. എന്ത് സുഖം രസിക്കാത്ത കയറിയപ്പോൾ. മോളാ? ഓ, ഇവിടെയാ. ഓക്കെ, 233819 ക്രീം ബൺ ബട്ടർ ബൺ പിക്കഡ് പുൾ. ഇപ്പം കറക്റ്റ് ഓർമ്മ വന്നല്ലോ പുള്ളും പുഷ് എന്നുള്ളത്. ചില സമയത്ത് മിസ്സായിപ്പോൾ. ഓക്കെ, മണി ഇപ്പോൾ 2:10 പറയും. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മീനംകുളം. ഇവിടെ നിന്ന് കറക്റ്റ് 1.8 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ഇവിടുത്തെ ലൊക്കേഷൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. മാപ്പ് നോക്കിയാണ് പോണത്. നമ്മളെ ഏരിയ ആണെങ്കിൽ വിഷയമില്ല. നമുക്കറിയാവുന്ന മെയിനായിട്ട് കഴക്കൂട്ടം ജംഗ്ഷൻ മാത്രമേ അറിയുള്ളൂ. അല്ലേ, ഇവിടെയൊക്കെ ഒരു 10 വട്ടം വന്നാലേ ഇവിടുത്തെ ഏരിയ കംപ്ലീറ്റ് നമ്മൾ കയ്യിലാക്കാൻ പറ്റുള്ളൂ. വാ, സൂപ്പർ ലൊക്കേഷൻ കണ്ടാ. നല്ല വലിയ മരങ്ങൾ. ആൽമരമാണത്. ആൽമരം തന്നെ. അടുത്തൊരു കോവിൽ, മഹാവിഷ്ണു കോവിലാണ്. എന്ത് ലുക്ക് കണ്ട സ്ഥലം കാണാൻ. എന്തൊരു പീസ്ഫുൾ ആയിക്കണേ. ഇവിടെ തന്നെ സുധീഷേ ഗാറ്റ് അപ്പുറത്ത് കാണിക്കണേ. സ്പ്രിംഗ് ഓട്സ് സൊമാറ്റോ അവിടെ വയ്ക്കണം. ഫുഡ് കൊണ്ടുപോകണോ വെച്ചിട്ട് പോകണോ? ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ലേ അറേബ്യ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 24 രൂപ 73 പൈസയാണ്. അപ്പോൾ അടുത്ത അടിച്ച ഓർഡർ ചെറിയ ഓർഡർ 21 രൂപ ഇട്ടോളൂ. 21 രൂപയ്ക്കാണ്ട് ഇവിടെ നിന്ന് അങ്ങ് വരെ പിക്കപ്പ് ചെയ്യണം. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഫ്ലാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ലിഫ്റ്റൊക്കെ ഉണ്ട്. എന്നാലും ആ ടൈം പോവല്ലേ. ആ ടൈമിനുള്ള റവന്യൂ ആണ് നമുക്ക് വേണ്ടത്. അത് കിട്ടൂല, അതാണ് വിഷയം. ശരി, കുഴപ്പമില്ല. എന്താ ഇൻസിഡൻറ്റ് പഠിച്ചല്ലോ, വേറെ വിഷയമൊന്നുമില്ല. 5 ഓർഡറായി ഇതോടെ ചേർത്ത്. ഇത് തന്നെ ലേ അറേബ്യ. അവിടെ തന്നെ. ഇവിടെയൊക്കെ ഞാൻ പുതുസാണ്, അതുകൊണ്ട് എനിക്ക് ഇത്തിരി കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല. 8 മിനിറ്റ് കാണിക്കുകയാണ്. എൻ്റെ അമ്മോ, സംഭവം റെഡിയായി. ഞാൻ കണ്ടില്ല. പിക്കപ്പ് ലേറ്റ് 6 മിനിറ്റ് ആയി. മൈ ഗോഡ്. ഇവിടെ എണ്ണ അവിടെ 8146 പിക്കഡ് ഓർഡർ. സമയം ഒന്നാതെ ലേറ്റ്. അതിനിടയ്ക്ക് ഞാൻ പിക്കപ്പ് ലേറ്റ് കൂടെ ആയപ്പോൾ എല്ലാം കൂടെ കൊള്ളാം. സോറി വെപ്രാളത്തിൽ നമ്മൾ കൈ കൂടുതൽ കാല് കൊടുക്കുകയാണ് വിഷയം. താക്കോൽ എവിടെ? ക്യാറ് പെട്ടെന്ന്. ഇത് ശരി, കാര്യം അടുത്ത ഗിഗ് ബുക്ക് ചെയ്യും. ആണെങ്കിൽ ഓടി നോക്കാം. 304 വരെ. എന്ത് പറയണം? സംഭവം ചെറിയ ഓർഡറല്ലേ, ഇതുകൊണ്ടൊന്നും ആവില്ല. അടുത്തൊരു ഓർഡർ അടിച്ച് ഓടിയാലേ മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് 900 മീറ്റർ ദൂരമേ ഉള്ളൂ. ഓഹോ, എത്ര വണ്ടികൾ ഇത്. നിങ്ങൾ നേരെയിലാണോ പോയത്? എപ്പോൾ ലെഫ്റ്റ് കയറണം തരും? ഓ, നിങ്ങൾ നമ്മളെ പോലെ മാപ്പ് നോക്കിയാണ് പോകണമല്ലോ, അതുകൊണ്ടായിരിക്കും. മൂച്ചില്ല പേച്ചില്ല. ഇവിടെ തന്നെ. ഓക്കെ, ഒരു മിനിറ്റ് എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ പോകാം. നല്ല വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 26 രൂപ 11 പൈസയാണ്. ഞാൻ ചുമ്മാ ഇരിക്കണമെന്ന് പറഞ്ഞ് റീൽസ് കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ പിക്കപ്പ് ഓർഡർ വന്നാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. പിക്കപ്പ് ലേറ്റ് 6 മിനിറ്റ് ആണ്. 6 കിലോമീറ്റർ പിക്കപ്പാ. എൻ്റെ അമ്മോ, ഈ ഓർഡർ എടുക്കണ്ടായിരുന്നേക്കാളും കറക്റ്റായിട്ട് ആ റോഡ് കയറി ജംഗ്ഷൻ കഴിഞ്ഞ് ഓർഡർ അടിച്ചേക്കുന്നത്. നേരത്തെ അടിച്ചതേ പോലെ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകാമായിരുന്നു. ഇപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 വേ അല്ലേ, തിരിച്ച് പോകാൻ പറ്റില്ല. നേരെ പോയിട്ട് യൂട്ടേൺ എടുത്തിന് വരണം. എനിക്ക് നഷ്ടമല്ലേ ഇത് ഈ ഓർഡർ. പെട്രോൾ അടിച്ചല്ലേ. ബാ, 110. ഓക്കെ, എന്തോ കട്ട ബ്ലോക്ക് ആണല്ലോ. ആരെങ്കിലും മന്ത്രി വല്ല പറഞ്ഞോ? മൈ ഗോഡ്. ആ ജംഗ്ഷനിൽ അവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് വിടില്ല കേട്ടോ. പക്ഷേ എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇവിടെ എത്തി. കുറച്ച് ഫ്രണ്ടിലായിട്ട് പയ്യെ കയറി പോകാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അത്ര തന്നെ. സിമ്പിൾ. ഇനി ഫ്രണ്ടിൽ പോകാം പയ്യെ. പക്ഷേ ഫ്രണ്ടിൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ പോകാമായിരുന്നു. ചില ആൾക്കാർക്ക് ഇടയിൽ കൂടെ പോകാനുള്ള ധൈര്യമില്ല. ചിലപ്പോൾ ഇടിക്കുന്ന പേടിയായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയില്ല. എന്നെ പുറത്ത് പറയ്ക്കും. ഇറങ്ങണം, ജയിക്കണം, ജയിച്ചത് ആകണം. ഇതാര് പറഞ്ഞറിയാമോ? എന്നെ പുറത്ത് വരയ്ക്കാൻ ഇറങ്ങിയിട്ടെന്നാ ജയിക്കണം, ജയിച്ചാകണം. തളപതി എന്തൊക്കെ സംഭവിച്ചല്ലേ കഴിഞ്ഞ 1 മാസം കൊണ്ട്. കരൂരിലെ സംഭവം ആരാ ഭാഗത്ത് മിസ്റ്റേക്കെന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലേ. അതുകൊണ്ട് ആദ്യമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ശരിയായല്ലേ. അത്രേ ഉള്ളൂ. എൻ്റെ അമ്മോ, എന്തൊരു ബ്ലോക്ക് ഇത്.
ഇത്രയും വലിയ ഹൈവേ ആയിട്ട് ഇത്രയും ബ്ലോക്ക്. ஏன் சார் டென்ஷன் ஆறீங்க? ஹாஃப் அன் அவர் எங்கேயே நிக்கிறேன். டீ சொல்லி டீயே வந்துருச்சு. அப்பா இட்லி கொடுப்பா. இட்லியா? എന്തായാലും ആരും വീട്ടിൽ പോകണ്ട, ഇവിടെ നിൽക്കാം. വെളുക്ക ദീപാവലിക്ക് ഇവിടെ തന്നെ. അവിടെ എന്താണ് സംഭവം? പോലീസൊക്കെ നിൽക്കണ്. ആക്സിഡന്റ് ഒന്നും ഇല്ല. മിക്കവാറും മന്ത്രിമാർ പറഞ്ഞായിരിക്കും, വേറെ വരാൻ ചാൻസ് ഇല്ല. டியூட்டில இருக்கும்போது டிஸ்டர்ப் பண்ணாத, தலைவர் வர நேரம் தெரியல. அப்படி எங்கய்யா உங்க தலைவர் வர்றாரு, கண்ணு கெட்ட தூரம் வரைக்கும் யாரையுமே காணோமே. ഓക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലോട്ട്. സത്യം പറഞ്ഞാൽ മന്ത്രിമാർക്ക് സെക്യൂരിറ്റിക്ക് ആവശ്യം തന്നെ, എന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അതുപോലെ ഹെലികോപ്റ്ററിൽ പോകണം, അതാണ് ഏറ്റവും നല്ല ഐഡിയ. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോകാമല്ലോ. ഇത്രയും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പോട്ടെ നിൽക്കാതെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. ഇനി ഇല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും മന്ത്രിമാർ വരും. ഇനി അതിനടുത്ത അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര സമയം പോയെന്ന് പറയുമ്പോൾ ഓർഡർ അടിച്ച് നിൽക്കുകയാണ്. 10 മണിക്കൂറായി. പിക്കപ്പ് ലേറ്റായി ക്യാൻസൽ ആയിപ്പോൾ ഓർഡർ. പിന്നെ വെറുതെ കിടന്ന് ഇത്ര നേരം ഇന്നതിന് ഒരു അർത്ഥമില്ലാതായിപ്പോൾ. അവിടെ എല്ലാം ഉണ്ടല്ലോ അണ്ണന്മാരൊക്കെ. ശരി തന്നെ. പിസ ഹബ് പോണ്ടീസ്. റീച്ച് ലൊക്കേഷൻ. ഓർഡർ ക്യാൻസലായാ? ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കണം. നോക്ക്, ഇപ്പം ഞാൻ എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. ടാപ്പെന്ന് പറഞ്ഞ മുട്ടൻ ടാപ്പായിപ്പോ കേട്ടോ. അത് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. നോട്ട് മൂവിങ് എന്ന് റീസൺ കണ്ട. ഞാൻ നോട്ട് മൂവിങ് ടുവാർഡ്സ് പിക്കപ്പ്. എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും? കിടക്കണ ബ്ലോക്ക് ഒരു 2 കിലോമീറ്ററിനെ. ഇത്ര ദൂരം വന്നതിന് 5 പൈസ പോലും നമുക്കില്ല. വെറുപ്പീര്, ലോക വെറുപ്പീര്. വീട്ടിൽ പോയാൽ ഞാൻ വെറുതെ കഴക്കൂട്ടം വരെ വന്നിട്ട്. ശരി, വെയിറ്റ് ചെയ്യാം. അടുത്ത ഓർഡർ അടിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം. സമയമുണ്ടല്ലോ ഇനി ബാക്കി 15 മിനിറ്റ്. അത് നേരത്തെ എനിക്ക് ഓർഡർ എടുക്കാൻ തോന്നിയുണ്ട്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ മന്നൻസ് അടുത്ത് തന്നെ. അവിടെ നിന്ന് നമുക്കൊരു ടിപ്പുണ്ട്, കുഴപ്പമില്ല. ഈ മന്ത്രിമാർ ഇങ്ങനെ റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോണത് കുഴപ്പമില്ല. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മളെയൊക്കെ ജോലിയും സമയവും നഷ്ടപ്പെടുകയാണ്. മനസ്സിലായോ? എൻ്റെ ഒരു 150 രൂപ നഷ്ടപ്പെട്ടത് എനിക്ക്. 150 രൂപ പ്ലസ് എൻ്റെ എനർജി പ്ലസ് സമയം 3 നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് മന്ത്രിയാണെന്നോ? ആ മന്ത്രിക്ക് താങ്ക് യു. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? പോലാണ് അപ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഓഫ് റെസ്റ്റോറൻറ്റ്. വണ്ടി കുറച്ച് കയറ്റി വയ്ക്കുക റോഡിൽ അപ്പുറത്ത്. പിന്നെ ഓക്കെ, പിക്ക്ഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ. ഈ ഓർഡറും കൊടുത്തിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോവാം. എന്തോന്നടേ ഇത്? കാക്കയെണ്ണം പണി എന്നോടേ. മൈ ഗോഡ്, കാക്കത്തിയുടെ തലയിൽ വീഴേണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിൽ ബൈക്കിൻ്റെ പുറത്ത് വീണ്. ശരി, ഇത് കഴിവാ. കാക്ക തൂറാതൊരു വ്ളോഗ് ഇല്ല. അതുണ്ടെങ്കിൽ ഒരു വ്ളോഗിന് ഐശ്വര്യമുള്ളൂ അല്ലേ? ഇവിടെ വെള്ളം താങ്ക് യു അണ്ണ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ദേഷ്യവും എനർജി ഉണ്ടാകുന്നത്. ഇനി ജയിച്ച് കാണിക്കണമുള്ളത്. എന്തായാലും തന്നതിന് നല്ല നന്ദിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തൂറി വെച്ചാലേ വണ്ടി നല്ല ക്ലീൻ ആവുള്ളൂ. അങ്ങനെയെങ്കിലും വണ്ടി നനയുമല്ലോ. മതിയാ. എവിടെ അണ്ണ കാക്ക പോയാ? കാക്ക ഞാൻ എവിടെ പോയാലും ബാക്കിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് പറയാം കേട്ടോ. ഇങ്ങേര് വാ സമയമായി. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മീനംകുളം. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. 5.9 ആണ് കാണിക്കുന്നത്. ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി വേറൊരു വഴി പോയി കഴിഞ്ഞാൽ 5.1 കാണിക്കുകയാണ്. നമുക്ക് ഹൈവേ വഴി പോകണം നല്ലത്. പെട്ടെന്ന് പോകാം. ഇവിടെയും ബ്ലോക്ക്. എന്തെന്നാണ് കാണിക്കുന്നത്? എവിടെ പോയാലും ബ്ലോക്ക്. ദേഷ്യം പറഞ്ഞത്. വീട്ടിൽ പോകണം, വിശക്കണം. ഒരു ഉഗ്രം മഴയുണ്ട്. കാറ് കറന്നിരിക്കണം. ഒരു മിന്നലോട്ടോ. സൂപ്പറായി നമ്മുടെ അടിച്ചത്. അണ്ടർടാക്കർ വരുമ്പോഴേക്കാണ്. ഈ മിന്നൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണടിച്ച് പോകുമെന്ന് പറഞ്ഞുള്ളതാണ് അതൊക്കെ. ആർക്കറിയാം. പിന്നെ ദൂരം നിന്ന് കണ്ടാൽ കുഴപ്പമില്ല. കണ്ണിൻ്റെ അകത്തടിക്കുകയാണ് കണ്ണടിച്ച് പോകും. സുധീഷേ, പെട്ടെന്ന് പോകണം. ഈ ഏരിയ ഇത്ര ശരിയല്ല. ഭയങ്കര മഴയുണ്ട്. ഇവിടുന്ന് എസ്കേപ്പ് ആയി രക്ഷപ്പെട്ടു നമ്മൾ. കമോൺ കൊയ്ക്ക്. സംഭവം നല്ല മഴ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറയ്ക്കകത്തുള്ള സെറ്റപ്പെല്ലാം ചെയ്തിട്ടുണ്ട്, വെള്ളം ഭാഗത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്കിനി വേറെ വിഷയമില്ല എന്ന് തോന്നുന്നു കേട്ടോ. വേറെ വിഷയമൊന്നുമില്ല. നമ്മളെ ക്യാമറയിലാണ് മെയിൻ വിഷയം. ഒന്നാവില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിന് പോയി പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവീൺ ചേട്ടൻ അത് കാണും പാലേക്ക്. എൻ്റെ ക്യാമറയും കൊണ്ട് പോണ് മഴയത്ത്. ഇന്ന് അടുത്ത് പ്രവീൺ ചേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്യാമറ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ക്യാമറ വാങ്ങിച്ചില്ല, അത്രേ ഉള്ളൂ. മഴ ഉറക്കണം. ചേച്ചി പെട്ടെന്ന് പോയിച്ചു വന്ന്. അപ്പോൾ വീണെന്നെ ജസ്റ്റ് മിസ്. ഇപ്പോഴാണ് മനസ്സിലായി ചേച്ചി എന്ത് പതുക്കെ പോയെന്നുള്ളത്. ഇപ്പോൾ റെയിൻ കൂട്ടണ സമയമൊന്നുമില്ല. ആദ്യം പോയി ഓർഡർ എടുക്കാം, എന്നിട്ട് ബാക്കി പിന്നെ ആലോചിക്കാം. കമോൺ കൊയ്ക്ക്. ഇന്നത്തെ ദീപാവലി വെള്ളത്തിലാവും മിക്കാറും ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ. വൈകിട്ട് പടക്കിടാണ്ടാണ്. മഴയെണ്ണ ഒന്ന് പതുക്കെ പെയ്യണം. ഇത്രയും മതി, ബാക്കി നാളെ പെയ്യാം. വീട്ടിൽ പിള്ളേരൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് ദീപാവലിക്ക് തറച്ചക്കറവും കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ കലുമ്പാക്കല്ലേ. ഇന്നത്തെ കണ്ടന്റും അതാണ്. ചോദിക്കുമ്പോഴത്തേക്കും മഴ പെയ്യില്ല, അല്ലെങ്കിൽ അടിച്ച് പെയ്യും കുളമാക്കാൻ വേണ്ടിയിട്ട്. ആട്ടയെണ്ണ പെട്ടെന്ന് ലെഫ്റ്റ് പോകണം എനിക്ക്. എന്ത് റെയിൽവേ ക്രോസിങ് അവിടെ? അതൊന്നും അല്ലല്ലോ. അയ്യോ പയ്യെ പോയാൽ മതി. കാരണം മഴ ഇനിയും നിറയെ പെയ്യാറുണ്ടല്ലോ. പെയ്ത് നനയണമല്ലോ. അതല്ലേ നിങ്ങൾക്ക് ആഗ്രഹം. ഫ്ലാറ്റ് നമ്പർ 1902 സൊമാറ്റോ ഫുഡ് മതിയാ? അവിടെ വെച്ചാൽ മതിയാ? ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. നല്ല കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം മിച്ചപ്പെടും. നമ്മൾ ലിഫ്റ്റിൽ കയറി മോളിൽ പോയി കൊടുക്കുന്ന സമയം കൊണ്ട് അടുത്ത് ഓർഡർ എടുക്കാൻ പറ്റും. ഓക്കെ, എവിടെയാണ് കൊണ്ട് വയ്ക്കേണ്ടത്? എവിടെയാണ് എൻട്രൻസ് വരുന്നത്? എൻട്രൻസ് അവിടെ ആയിരിക്കും. ഇതാണോ എൻട്രൻസ്? അതാണ് ബോക്സ് അല്ലേ? പ്ലേസ് ഓൺലി ദ ഫുഡ് ഐറ്റംസ് ഇൻസൈഡ് ദ ബോക്സ്. അവോയ്ഡ് പ്ലേസിങ് ഹെവി ഐറ്റംസ്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. ഓക്കെ,
ഡൺ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 84 രൂപ 24 പൈസയാണ്. തീർന്നു. ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ 15 കിലോമീറ്റർ ദൂരമുണ്ട്. 15 നോക്കട്ടെ, മാപ്പിട്ട് നോക്കട്ടെ എത്രയാണ്. 20 കിലോമീറ്റർ ഉണ്ട്. കണ്ടാ? അയ്യോ 20 കിലോമീറ്ററിന് 200 കിട്ടുമായിരുന്നു സൊമാറ്റോ ഓടി കഴിഞ്ഞാൽ. ഇപ്പോൾ 200 രൂപ നമ്മൾ നഷ്ടം വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ എന്നാൽ ഓക്കെ പോവാം കമോൺ. അടുത്ത മഴയ്ക്ക് വീട്ടിൽ എത്താം. വാ. കൊള്ളാമല്ലേ, ചെറിയൊരു മഴ പെയ്തപ്പോൾ റോഡിന് ലുക്ക് മാറിയണ്ട. നല്ലൊരു കൂൾ വൈബായിരിക്കണം. ആഹാ എന്ത് രസം, നല്ല തണുത്ത കാറ്റ്. ആഹാ നമ്മ വീട്ടിലേക്ക് വന്നാച്ച് അല്ലേ വിഷുട്ടി? സ്കൂളിൽ പോകണ്ടിരുന്നല്ലേ? സ്കൂളുണ്ട് ദീപാവലിക്ക്. ചോദിച്ചു അവിടെ പോയി ഉണ്ടെന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. വാ സമയം ലാസ്റ്റ് ഓർഡർ ദൂരെ ആയിരുന്നു. ദൂരെ കാണില്ലേ? വീഡിയോ വ്ളോഗ് എടുക്കണം. ഇതാ പടക്ക്. അവിടെ പിടിക്കില്ല, കയ്യിൽ മരുന്നാവും. ഇങ്ങനെ പിടിക്കണം, പേപ്പർ ഇങ്ങനെ പിടിക്കണം. വേറെ എന്തൊക്കെ ഉണ്ട്? പണ്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പടക്കം പൊടിക്കാനൊക്കെ. കാത്തിരിക്കും അല്ലെ ആ ദിവസം വരാൻ വേണ്ടിട്ട്. ഇപ്പൊ എന്താണ് പടക്ക്? ഇപ്പൊ പൂക്കുറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ ടോയ്സിന്റെ പടക്കുകള്. ഇതെന്തോന്ന്? ഇത് തറച്ചക്കരം പമ്പരോ? ഇതെന്തോന്ന്? കിറ്റ്കാറ്റാ? ഇതെന്തോന്ന്? രണ്ടും ഒന്നിനെ കിറ്റ്കാറ്റ് അല്ലേ? കത്തിയില്ലടാ അത്. ഇപ്പൊ ദീപാവലിക്ക് പടക്കൊന്നും വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സാമ്പാളത്തിൽ കത്തിച്ചിട്ട് ഇങ്ങനെ കറക്കി കളിച്ചാൽ മതി. എന്താ അടിപൊളിയില്ലേ? പുക അണഞ്ഞു പോയാ. ചേ ഇപ്പൊ സുമേഷാണ് പടക്കം വയ്ക്കാൻ പോണ. ഫസ്റ്റ് പടക്ക് തറച്ചക്കരം അല്ലേ? അടിപൊളി. കൊള്ളാ. ദീപാവലി കഴിഞ്ഞു വാ വീട്ടിൽ പോ. കാല് പൊക്കി കേട്ടാ, കാല് വീഴും. സ്പീഡിൽ പോകുമ്പോ അണഞ്ഞു പോണോ? ആർക്കും ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞ അപ്പ ഞാൻ താത്ത പറഞ്ഞ പോലെ എല്ലാം കൂടെ ചേർത്ത് പേപ്പർ അത് കത്തിച്ചാൽ മതി. ഒറ്റയടി കത്തി. കടുക് മറക്ക് പോലെ. ഇതാണ് കിറ്റ്കാറ്റ് കേട്ടാ. ചെറിയ ഒരു അമുട്ട് പോലെ ഇരിക്കണല്ലേ, മറ്റേ പഴയ ആറ്റം പാമ്പ് പറയില്ലേ എന്തോ. പുക ഉണ്ടാവുമോ? ഇപ്പൊ തറച്ചക്കരം കിറ്റ്കാറ്റ് കഴിഞ്ഞു. അടുത്ത വന്നിട്ട് മത്താപ്പൂ പൂക്കുറ്റി അല്ലേ? എളുപ്പം തണുക്കല്ലേ? സൂപ്പർ. ഇനി കൊണ്ട് കൊറേ ലക്ഷ്മി പടക്കമുണ്ട്. കുരുവി പടക്ക. വാ സൗണ്ട് പടക്കല്ലേ? ക്യാമറ വന്നില്ലല്ലോ. സത്യം പറഞ്ഞ ഈ കുരുവി പടക്കിന് കറക്റ്റ് 3 വർഷം പടക്കമുണ്ട്. അതായത് നമ്മൾ 3 വർഷം മുമ്പ് ദീപാവലിക്ക് വാങ്ങിച്ച പടക്കാണ്. പക്ഷെ ഇപ്പോഴും ഈ പടക്കിന്റെ ക്വാളിറ്റി ഒരു കുറവില്ല. ഇപ്പോഴത്തെ പടക്ക് പോലെ ഈ സൗണ്ട് ഇല്ല. അതാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയും പോലെ. ഓലപ്പടക്ക് പറഞ്ഞ അനുസരണമില്ല പോണല്ലേ? ഒരു അനുസരണയില്ലേ പറയണ കുട്ടിയില്ലേ? അപ്പോൾ വ്ളോഗ് എൻ്റെ ഞാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു റീൽസ് അത് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള രാവണപ്രഭു സിനിമ അറിയാലോ. നമ്മൾ പഴയ പടമാണ് റിലീസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പോൾ ആ പടത്തിന്റെ ഒരു മെയിൻ ഡയലോഗ് അതൊന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് കിച്ചുനെയും വൈഷ്ണവ്. ഓക്കെ, അപ്പോൾ ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കറാത്തെ അത് കുറെ നാൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, നടന്നില്ല. പിന്നെ ഗളരി ഫൈറ്റ്
അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകപ്പാട് അറിയാവുന്നൊരു നല്ല നാടൻ തല്ല്. അത് പിന്നെ കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കെട്ടിയില്ല. അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. സിമ്പിൾ ഡയലോഗ്. ഓക്കെ. പഠിച്ചിട്ടില്ല. ആ അവിടെ നോക്കി പറ, എന്നെ നോക്കിയില്ല. പഠിച്ചിട്ടില്ല. എന്ത് പഠിച്ചിട്ടുണ്ടോ ആകപ്പാടെ? LKG UKG 1ാം ക്ലാസ്. ഒന്നുകൂടെ പറ. ബാസ്കിങ്. ആ അവിടെ നോക്കി പറ. ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ ഞാൻ പഠിച്ചിട്ടില്ല. പൈസ ഇല്ല പഠിക്കാൻ. ബാസ്കിങ്, കരാത്തെ, കളരിപ്പയറ്റ്, ഈ 3 അറിഞ്ഞൂടാ. ആകപ്പാടെ അറിയാവുന്ന നല്ല നാടൻ തല്ല്. അതിന് കോമ്പറ്റീഷൻ ഹൈറ്റ് ആയതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ല. ഇത്രയും പറഞ്ഞാൽ മതി. പറ, എഴുച്ചില്ല പറ. ബാസ്കിങ് ഞാൻ നിനക്ക് ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല. കരാത്തെ ഞാൻ പഠിച്ചിട്ടില്ല. കളാത്തയാ? കരാത്തെ ഞാൻ പഠിച്ചിട്ടില്ല. ഫസ്റ്റ് റീടേക്ക്. ബോക്സിംഗ്. ബാസ്കിങ്. ഇങ്ങോട്ടോ. അപ്പൊ അപ്പുറത്തില്ലേ, അവന് കംഫർട്ടബിളും ഇല്ലെന്ന്. ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല. കരാത്തെ ഞാൻ പഠിച്ചിട്ടില്ല. കളരി ഫൈറ്റ് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. ഇനി ആകപ്പാടൊരു മാതിരി. നാടൻ തല്ല്. നീ ആകപ്പാട് അറിയാവുന്ന നാടൻ തല്ല്. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ല. അല്ല, അവൻ അല്ല, നിന്റെ മുമ്പിൽ ശത്രു നിൽക്കുകയാണെന്ന് വെച്ചോ, അവന്റെ അടുത്ത് നീ പറയും പോലെ പറയണം. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. നീ ശത്രുവാണ് അടുത്ത് നിൽക്കണത്, അവനെ ഇടിച്ച് റെഡിയാക്കണം. ആ ലെവലിൽ നിൽക്കണം നീ. അത് മുഖത്തൊരു ഒരു ആക്കലും ദേഷ്യവും ചേർത്ത്. മനസ്സിലായ? പറ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാത്തെ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ അയ്യോ തെറ്റിപ്പോയാലോ. കരാത്തെ. അപ്പൊ അടുത്ത ഡയലോഗ് എന്ന് പറഞ്ഞത് കൂലി സിനിമയിലെ രജനീകാന്ത് ഡയലോഗാണ്. കപ്പലിൽ പോട്ട് ഗവൺമെന്റ് പോലീസ് ആണെന്ത് തുണിപ്പോട്ട ഗവൺമെന്റ്, തുണിപ്പോട്ട കൂലിങ്ക ആളുങ്ക CV ഇരുവേൻ. പറ. போத்தரச்சி. இந்த போர்ட் கவர்மெண்ட் போலீஸ் எல்லாம் ஓ ஆளா இருக்கலாம், ஆனா துணி போட்ட கூலிங்க ஏன் ஆளுங்க CV இருவேன். போலீஸ் கவர்மெண்ட் வேலைல ஆளு துணி போட்ட கூலிங்க CV ഇരുവേൻ. അവള് തന്നെ അവളെ കൂടുതൽ ആൾക്കാരെ കൊല്ലുവോ? നല്ല ആള്. இந்த துணி போட்ட கூலி ஏன் ஆளுங்க ഗവൺമെന്റ് പോലീസ് ആണേ ആളല്ലോ ആള്. ഈ ഷർട്ട് എത്ര രൂപ? ഇത് 500 രൂപയാ? കൊള്ളാം, നല്ല ഷർട്ട് കേട്ടാ. നീ വാ. இந்த போர்ட் கவர்மெண்ட் இல்ல ஆனா அந்த துணி போட்ட கூலிங்க ஆளுங்க CV இருவேன். എന്റെ തുണി പോട്ട കൂലിങ്ക ആളുങ്ക CV ഇരുവേൻ. ഇങ്ങനെ 2 വെള്ളമുണ്ട്. അത് കുസി പോണത്. പാർട്ടി ഗവൺമെന്റ് പോലീസ് വളരെ കറക്റ്റ് പറഞ്ഞു വരെയാണ്, ഇല്ലാതാക്കാതെ. പാർട്ടി ഗവൺമെന്റ് പോലീസ് ആളല്ലോ ആള്. തുണി പോട്ട ആളല്ലോ ആള്. അപ്പൊ നിന്റെ ആൾ ആരാണ് ഇപ്പൊ? നിനക്ക് ആളില്ലേ അപ്പൊ? എന്തിന്റെ ഡയലോഗ് പറയാൻ വന്നോണ്ട്? പാർട്ടി ഗവൺമെന്റ് പോലീസ് ആളല്ലോ ആള് ഇരിക്കലാം. ഈ തുണി പൊട്ട എല്ലങ്ക ഈ തുണി പൊട്ട കൂലിങ്ക ഏണ്ട. ഇത് ഏത് ഭാഷ? ഇത് തെലുങ്കാണെന്നോ കേട്ടാ? ഡബിങ് ഉണ്ടായ വല്ലതും? പാർട്ടി ഗവൺമെന്റ് പോലീസ് ആളല്ലോ ആളുകള ഇരിക്കലാം. ഈ തുണി പൊട്ട കൂലിങ്ക ആളല്ല. പിന്നെ ആരാള്? പറ. ഈ ഗവൺമെന്റ് ഒന്നുകൂടെ ഈ പോർട്ട് ഗവൺമെന്റ് ഒക്കെ നിങ്ങളെ ആളുകളായിരിക്കും, പക്ഷെ ഈ തുണിയിട്ട ആളുകള് നമ്മുടെ ആളുകളാണ്. കൈരള TV ഇപ്പോഴും ഇറങ്ങി. അപ്പൊ ഇനി കൈരള TV ഡബിങ് ആണെങ്കിൽ ഇവനെ വിളിച്ചാട്ടോ, സൂപ്പർ ചെയ്ത് തരും. അതിനേക്കാളും കൊള്ളാല്ലേ ഇത്? അപ്പൊ എന്താ ദീപാവലി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് ആഘോഷിച്ച് ഉള്ളത് കൊണ്ട് ഉള്ള പടക്കിട്ട് ബാക്കി പടക്കെടുത്ത് അപ്പുറത്ത് പൈമാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു മെയിൻ ആയ കാര്യം പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ, വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. സ്കൂട്ടർ മുതൽ ലോറി വരെ
എന്തോ സംഭവം ഡയലോഗ് മറന്നുപോയില്ല അത്. അപ്പോൾ സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടിയും നല്ല അഫോർഡബിൾ റേറ്റ് ചെയ്തു തരും. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് തെറ്റിപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. ആ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരും ഇവിടെ ഇടാൻ ആർക്കും വയ്യ. അവന് പാടി, അവർക്ക് കൊച്ചു പിള്ള, വലിയ പിള്ളേർ പാടിക്ക് നടന്നു. എനിക്കാണെങ്കിൽ ഞാൻ കുറെ ഇട്ട് മടുത്തു പോയി. പടക്കിടാൻ ആരുമില്ല. ഇവിടെ ഇരുന്ന് ഞാൻ തണുത്ത് പോകും. അവിടെ കൊടുത്ത അപ്പുറത്ത് അവരിട്ട് പോട്ട് അടുത്ത വർഷം വേറെ പുതിയ പടക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ എന്ത് ചെയ്യാം? അപ്പൊ ജീവിതത്തില് ആ മോൻ കാണിക്കട്ടെ അവന്റെ. ആ കമോൺ ഗൈസ്, LAPG. ശരി, ഹാപ്പി ദീപാവലി.